നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കില്ല, കൃത്യമായി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നിങ്ങോട്ട് ശക്തമായ ഭാഷയിൽ പഴയ ഫോമിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പിന്നീട് തനിക്കെതിരെ തെറ്റായ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തിയ MA ഷഹനാസിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതിയുടെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. ശേഷം ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം നമ്മുടെ KK ശൈലജയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംവദിക്കുന്നതിനിടയിൽ ഓണം അലവൻസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി KK ശൈലജ പറഞ്ഞ പരാമർശത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വിമർശനങ്ങളും കടുക്കുകയാണ്. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല, കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് എന്നാണ് ശൈലജ പറഞ്ഞത്. ഈ പരാമർശത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് കോൺഗ്രസും. ഇതിനിടെ KK ശൈലജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരികയാണ്. പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുന്നുവെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് KK ശൈലജയെന്നും രാഹുൽ വിമർശിക്കുന്നു. അവർ അത് പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന MM മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശൈലജയും പറയുന്നത് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിനു മുൻപായി KK ശൈലജ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക. പണ്ട് UPA ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നമുക്ക് 60 MP പാർലമെന്റിൽ. ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള ഗുണമാണ് തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾ പറഞ്ഞു BJP വരാതിരിക്കാൻ നിങ്ങൾക്ക് പിന്തുണ തരാം, പക്ഷേ ഒരു കരാറുണ്ട്, ഞങ്ങൾ പറയുന്ന 1-2 കാര്യങ്ങൾ നടപ്പിലാക്കണം നിർബന്ധമായിട്ടും, അല്ലേ? അപ്പോൾ അവര് പറഞ്ഞു പിന്തുണ തന്നാൽ നിങ്ങൾ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഗവൺമെന്റ് നൽകണം, കൂലി നൽകണം. തൊഴിലെടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? പണിയെടുത്തിട്ട് കാശുണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ? പണിയെടുക്കാതെ ആരെങ്കിലും പൈസ തന്നിട്ട് ജീവിക്കണം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. എല്ലാരും സന്നദ്ധരാ തൊഴിലെടുക്കാൻ. രാജ്യത്തെ ഗവൺമെന്റ് ആണ് നമ്മളെ സഹായിക്കേണ്ടത്. അപ്പൊ നമ്മൾ നിർബന്ധം പിടിച്ചപ്പോ 50 ജില്ലയിൽ തുടങ്ങാന്ന് പറഞ്ഞു. രാജ്യത്ത് 50 ജില്ലയിൽ തുടങ്ങിയ കേരളത്തിന് ഒരു ജില്ലയിൽ പോലും കിട്ടില്ല. പിന്നെയും നമ്മൾ അതിശക്തമായി അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞു, അല്ലെ? BJP വരാതിരിക്കാൻ. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട്, ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇനി തൊഴിലുറപ്പിന്റെ മാത്രമല്ല, 2000 രൂപയാക്കി നമ്മുടെ പെൻഷൻ, ഇല്ലേ? പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വേറെ പെൻഷനൊന്നും കിട്ടാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ BPL കാർഡുള്ള വീട്ടിലെ സ്ത്രീക്ക് അത് കിട്ടും, വേറെ പെൻഷനൊന്നും കിട്ടാത്തവർക്ക്. ജാതിക്കാരെയൊക്കെ മാറ്റി നിർത്തി ഉയർന്ന താഴ്ന്നെന്ന് പറഞ്ഞ് ജാതിപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്നവരാണ് അവര്. മതപരമായ ലഹള ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് സമാധാനമാണ് വലുത്. അതുകൊണ്ട് BJP വന്നാൽ കുഴപ്പം. ജാതി വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, നമ്മുടെ നാടിന്റെ സമ്പത്ത് വലിയ സമ്പന്നർക്ക് ഊറ്റിക്കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും ഇല്ലാണ്ടാക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് തരേണ്ടുന്ന കാശ് തരുന്നില്ല. നമ്മുടെ എല്ലാ നികുതി പണം അങ്ങടാ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നാലേ ഭരിക്കാൻ പറ്റും. അത് ഇന്ത്യന്റെ ഭാഗ്യമല്ലേ നമ്മൾ? അത് തരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ലഹള കൂടിയിട്ടാണ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള BJP വന്നാൽ ഉള്ളതൊക്കെ ഇല്ലാതാവും. പിന്നെ പഴയ ജാതി വ്യവസ്ഥയും നമ്മളെ അടിച്ചമർത്തുന്ന അവസ്ഥയും വരും. 65 ഉറുപ്പിക നായനാർ തുടങ്ങിയിട്ട് 2000 ആക്കുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ്സുകാര് ആ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇനിയും സമരം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തണം. കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെ കൂടെയാണ്. നമ്മൾ ശാഠ്യം പിടിച്ച പൈസ മേടിച്ചെടുത്ത് തൊഴിലുറപ്പ് നിലനിർത്തുന്നതാണ്.
പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന കള്ളം പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാള്യതയുമില്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്കൊരു മടിയുമില്ല. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ. അതവർ പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ തന്നെ നോക്കൂ, കുറെ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണ് എന്ന കള്ളം പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനം അത് ഇല്ല എന്നും അതിന് കാരണം LDF സർക്കാരാണെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധതയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന MM മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത്. ഈ പെരും നുണകൾ ഈ നാട് തിരിച്ചറിയണം. നേരത്തെ ഓണത്തിനൊരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല, കേരളത്തിൽ LDF ഉള്ളത് കൊണ്ട് മാത്രമാണിത് എന്നാണ് ശൈലജ പറഞ്ഞത്. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന് എന്തിനാണ് ടീച്ചറെ മറ്റു സംസ്ഥാനങ്ങൾ അലവൻസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ നിറയുന്നത്. ഓണത്തിന് ബംഗാളും തമിഴ്നാടും അലവൻസ് കൊടുക്കണോ എന്ന ദീപാവലിക്കും ദസറയ്ക്കും LDF സർക്കാർ അലവൻസ് കൊടുക്കാറുണ്ടോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. എവിടെ നിന്നുള്ള വീഡിയോ ആണെന്നെങ്കിൽ വ്യക്തതയില്ലെങ്കിലും സോഷ്യൽ ഇടങ്ങളിൽ ചിരി നിറയ്ക്കുന്നുണ്ട് വീഡിയോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടി നേടിയെടുത്തതാണ് എന്നും ടീച്ചർ പറയുന്നുണ്ട്. ഇടത് ഹാൻഡിലുകളിൽ നിന്ന് വന്ന പോസ്റ്റുകളിൽ നിന്ന് വീഡിയോ അടർത്തിയെടുത്ത രാഷ്ട്രീയ എതിരാളികളാണ് ട്രോൾ പൂരത്തിന് വഴിവെച്ച പോസ്റ്റുകൾ ഇട്ടത് എന്ന ഒരു വിമർശനവുമുണ്ട്. എന്തായാലും രാഹുൽ കൃത്യമായും അതായത് കുറച്ച് നാളിന് ശേഷം ഫോമിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ കാര്യത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവും എടുക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാഹുൽ എടുത്തിരിക്കുകയാണ്. ശൈലജയെ നേരത്തെയും ഇതുപോലെ തന്നെ KK ശൈലജ ടീച്ചറിനെ ഇതുപോലെ രൂക്ഷമായ ഭാഷയിൽ മറ്റാരും വിമർശിക്കാതിരുന്നപ്പോൾ രാഹുൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോസ്റ്റിൽ താഴെ സാധാരണഗതിയിൽ രാഹുലിന് പിന്തുണ ലഭിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പിന്തുണ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. ഇനി AM ഷഹനാസിലേക്ക് വരാം. AM ഷഹനാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ AM ഷഹനാസ് വ്യാജ ID കാർഡ്, പാസ്പോർട്ടിൽ മറ്റൊരു പേരും എന്നാൽ ആധാർ കാർഡിൽ മറ്റൊരു പേരും എന്ന് പറഞ്ഞ് വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വിമർശനമുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റാരോ എഴുതിയ കടിച്ചാൽ പൊട്ടാത്ത ചില വാക്കുകളുടെ ചില സാഹിത്യപരമായ ചില പോസ്റ്റുകൾ ഷഹനാസ് അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ശക്തമായി വീണ്ടും പ്രതികരിച്ചുകൊണ്ട് വരികയാണ്. എന്തായാലും ഷഹനാസിന്റെ പോസ്റ്റ് നോക്കാം. നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ച ജനപ്രതിനിധിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പൂട്ടാമെങ്കിൽ പൂട്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് ഷഹനാസ് എഴുതുന്നത്. ശരണ്യ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഷഹനാസ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിവാഹിതരായ സ്ത്രീകൾക്കൊപ്പം പോയതല്ല, വിവാഹബന്ധം ഒഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ എന്തിന് രാഹുലിനൊപ്പം പോയി എന്നതാണ് ഇവിടുത്തെ പല ഹാബിച്വൽ ഒഫൻഡർമാരുടെയും ചോദ്യം. ഉത്തരം ഇവന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല, സംഭവം ഇവന്മാർ ഈ ചോദ്യം മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. കാരണം കേരളം പോലെ ഒരു അല്ലേൽ വേണ്ട ഇന്ത്യ പോലൊരു പാട്രിയാർക്കൽ രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്രയേറെ സ്ത്രീ വിരുദ്ധർക്ക് ഇടയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടാൻ പോകുന്ന സ്വീകാര്യത ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. ഇതിനെതിരെ തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഇവരാരും വിവാഹിതരാണ് എന്ന് രാഹുലിന് അറിയാൻ പാടില്ലായിരുന്നോ എന്നതാണ്. എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. രാഹുലും അവന്റെ ശിങ്കിടികളും ഇപ്പോൾ തന്നെ സ്റ്റാൻഡ് വിടണം. ഇനി അറിയില്ലായിരുന്നു എന്നാണ് ഉത്തരമെന്നിരിക്കട്ടെ, ഏത് പെണ്ണിനെയും വന്ന് എന്തും പറയാനും പറ്റിച്ചിട്ട് പോകാനും കഴിയുന്ന അത്രയും പൊട്ടനായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് നേതാവും കൈപ്പത്തി അടയാളത്തിൽ പാലക്കാട് മത്സരിച്ച് വിജയിച്ച MLA-യുമായ രാഹുൽ എന്ന് നിങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചു തരണം. ഇനി അറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല, വാഗ്ദാനം നൽകി തുടങ്ങിയ ബന്ധങ്ങളായിരുന്നില്ല എന്നാണ് ഉത്തരമെന്നിരിക്കട്ടെ. അപ്പോൾ പിന്നെ എന്ത് കോപ്പിനാണ് നിങ്ങളുടെ ഹീറോ ഇത്രയും പേരെയും ഒരുപോലെ ഉപയോഗിക്കുകയും ഗർഭിണിയാക്കുകയും പിന്നീട് അബോർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം. ഇത്രയും പേര് ഒരുപോലെ ആക്സിഡന്റലി പ്രഗ്നന്റ് ആയതാണ് എന്നെങ്ങാനുമാണ് ഇവറ്റോള് പറയുന്നത് എങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്, കയ്യകലത്തുണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് വീക്ക് കൊടുക്കണം. അങ്ങനെയും ഇത്തിരി വിവരം വെക്കുമെന്ന് മാത്രം കരുതുക. ഇനി ഇവന്മാരുടെ ഈ ടൈപ്പ് അപരാധങ്ങൾ കേട്ട് ഈ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ആളുകളോടാണ് രാഹുൽ മാങ്കൂട്ടവും സുഗടക്കാടനുമൊക്കെ കൃത്യമായി വിവാഹിതരായ സ്ത്രീകളെ
തന്നെ അവരുടെ സോഷ്യൽ വയലൻസിന് ഉപയോഗിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. വിവാഹം പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പാണ്. ആ സിസ്റ്റത്തിനകത്ത് പെട്ടുപോകുന്നു. അതുപോലെ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്താൽ ഇവന്മാരെ പോലെയുള്ളവർ എല്ലാ കാലത്തേക്കും സേഫ് ആണ് എന്നാണ് ഇവരുടെ എല്ലാം വിചാരം. സമൂഹം വിവാഹിതരായ സ്ത്രീകൾക്കുമേൽ, അതായത് ഡിവോഴ്സ് ആണെങ്കിലും വിവാഹിതരല്ലെങ്കിലും എന്തേലും പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക ബാധ്യതകൾ പേറുന്ന സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടത് തിരിച്ചറിയാൻ പോലും അതൊന്നും പുറത്തു പറയില്ല. കുടുംബം, ബന്ധങ്ങൾ, നാട്ടുകാർ, സമൂഹം തുടങ്ങിയവയെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ഭയപ്പെട്ടും ഇവന്മാർക്ക് നന്നായിട്ടറിയാം. പിന്നെ എങ്ങാനും ഏതെങ്കിലും ഘട്ടത്തിൽ ഇവന്മാർ പിടിക്കപ്പെട്ടാൽ ഇപ്പോൾ രാഹുൽ ചെയ്യുന്ന പോലെയും നേരത്തെ ഈ കൊടകടനൊക്കെ പറഞ്ഞതുപോലെയും എന്നെ കുടുക്കിയതാണ്, പെടുത്തിയതാണ്, പരസ്പര സമ്മതത്തോടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു തടിയൂരാൻ പറ്റും. ഇവന്മാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തലയിലാവാതെ രക്ഷപ്പെടാം. പിന്നെ എങ്ങാനും അറിഞ്ഞാലോ ഇപ്പോഴത്തെ പോലെ ആയിരിക്കുമല്ലോ സ്ത്രീകളുടെ അവസ്ഥ. അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ഒരു കാരണം കാത്തു നിൽക്കുന്ന ഈ ആൺകൂട്ടം അത് ആഘോഷമാക്കുമെന്ന് ഉറപ്പല്ലേ? പരസ്യമായോ നിയമപരമായോ ആരെങ്കിലും രംഗത്ത് വന്നിരിക്കട്ടെ, ഈ സ്ലട്ട് ഷെയ്മിങ് ചെയ്തും വ്യക്തിഹത്യ നടത്തിയും ഐഡന്റിറ്റി ലീക്ക് ചെയ്തും തെറി വിളിച്ചും ഇല്ലാതാക്കി കളയാൻ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ നോക്കൂ, രാഹുലിനെതിരെ KPCCക്ക് കിട്ടിയത് 9-ലധികം പരാതികളാണ്. ഇതിൽ എത്ര പേരാണ് വിവാഹിതർ? ലീഗലി മൂവ് ചെയ്യുന്ന 3 പരാതികളിൽ ഒരാൾ അവിവാഹിതരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ പരാതിയെക്കുറിച്ചും മിണ്ടുന്നുണ്ടോ ഈ വെട്ടുക്കിളിക്കൂട്ടം? ഒരക്ഷരം മിണ്ടിയോ ആ മാങ്കൂട്ടം? മിണ്ടില്ല. കാരണം അതിലൊരു ത്രില്ലില്ലല്ലോ. മാത്രമല്ല, സമൂഹം ക്രൈമായിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മറ്റ് പരാതികളിലെല്ലാം നടന്നിട്ടുണ്ട് താനും. വിവാഹിതരായതുകൊണ്ട് മാത്രം പരാതി കൊടുത്ത ഈ 2 സ്ത്രീകൾ അനുഭവിച്ച സമാനമായ ആക്രമണങ്ങളല്ല പോലും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: ഇവന്മാരെ പോലെയുള്ള സകല പ്രൊട്ടക്ഷൻ റേപ്പിസ്റ്റുകളും ഈ മോഡ് ഓഫ് ഓപ്പറേറ്റ് തന്നെ ഇതൊക്കെയാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക, ഉപയോഗിക്കുക. അത്തരം മനുഷ്യരെ ഇമോഷണലി കയ്യിലെടുക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ മെന്റൽ ഇൽനെസ്സിനെ പെട്ടെന്ന് മുതലെടുക്കാൻ കഴിയുമെന്ന് ചുരുക്കം. അതുവഴി ആവശ്യങ്ങൾ നടത്തിയെടുക്കാം, ഉപയോഗിക്കാം, ഉപയോഗം കഴിഞ്ഞ ശേഷം ഇട്ടിട്ട് പോകാം. അതുകൊണ്ടാണ് നിരന്തരം പറയുന്നത്, അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, അതിനെ വിവാഹിതയായാലും അല്ലെങ്കിലും നൽകുന്ന കൺസെന്റ് യഥാർത്ഥ കൺസെന്റ് അല്ലെന്നും അത് വാലിഡ് അല്ലെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും അവരത് നൽകുമ്പോഴുള്ള അവരുടെ മാനസിക അവസ്ഥ കൂടി തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ വിവാഹിതരായ സ്ത്രീകൾ എന്തിന് രാഹുലിന്റെ അടുത്ത പോയി എന്നല്ല, വിവാഹിതനല്ലാത്ത രാഹുൽ എന്തിനായിരിക്കും കൃത്യമായിട്ട് വിവാഹിതരായ സ്ത്രീകളുടെ അടുത്തേക്ക് പോയി എന്ന് തിരിച്ചു ചോദിച്ചു നോക്കണം. അവന്റെ വെട്ടുക്കിളിക്കൂട്ടം ഒരു പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കും, ഒരു പക്ഷെ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ M. ചാരുവാണ് അത് എഴുതിയിരിക്കുന്നത്. പണ്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫോട്ടോയും ഇതിനോടൊപ്പം സുർജിത്ത് SJ ആദ്യം എടുത്തിട്ടുള്ള ഫോട്ടോയും ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു തിരുത്ത രാഹുൽ മാങ്കൂട്ടം 2ാം പരാതിക്കാരിയെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന 2ാം പരാതിക്കാരി ഉന്നയിച്ച ഫെനി നയനാനുമായി ബന്ധപ്പെട്ട ഫെനിയും ഞാനും ആ പരാതിക്കാരും കൂടി ഒരു കാറിൽ സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നത് അത് പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിൽ ആ പരാതിയെ നിഷേധിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ അഭിപ്രായം ആ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി എടുത്തു പറയുന്നു. എന്തായാലും ഷഹനാസ് രാഹുലിനിട്ട് കൊടുക്കുന്നു, രാഹുൽ ഷഹനാസിനിട്ട് കൊടുക്കുന്നു. എത്ര തന്നെ കൊടുത്താലും രാഹുൽ നൽകിയ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. രാഹുൽ ഏതായാലും ശൈലജ ടീച്ചറിനെ വെറുതെ വിടുന്നില്ല. എന്തായാലും രൂക്ഷമായ ഭാഷയിലുള്ള വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധക്കളമായി തന്നെ മാറിയിരിക്കുകയാണ്.